ഹലോ സ്റ്റുഡൻസ്, ഇന്ന് കെമിസ്ട്രിയിൽ ചാപ്റ്റർ 29 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ബയോമോളിക്യൂൾസ്. അപ്പോൾ ഇന്നത്തെ ഒരു ചാപ്റ്റർ ബയോളജിയുമായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾ ബയോളജിയിലും ചിലപ്പം ബയോമോളിക്യൂൾസിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ബയോമോളിക്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന് അവരുടെ ഗ്രോത്തിനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ട് റിക്വയർ ആയിട്ടുള്ളൊരു അവിഭാജ്യ ഘടകമാണെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. അപ്പം ഈ ഒരു ബയോമോളിക്യൂൾസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് വരുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ഫോം എ വെരി ലാർജ് ഗ്രൂപ്പ് ഓഫ് നാച്ചുറലി ഒക്കറിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് which play a vital role in daily life chemically. The carbohydrates may be defined as polyhydroxyaldehydes or ketones or substances which give such molecules on hydrolysis. Simply നമുക്ക് hydrocarbons എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ class of organic compounds composed of carbon, hydrogen and oxygen. കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൊണ്ട് നിർമ്മിച്ച ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടിപ്പിക്കലി അതിൻ്റെ ഒരു റേഷ്യോ വരുന്നത് ഈ ഒരു 3 കോമ്പൗണ്ട്സും, അതായത് ജനറലി നമ്മൾ CxH2O(Y) എന്നായിരിക്കും. ഇവിടെ എക്സും വൈയും ഇൻഡിജേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം. ദേ ആർ കോമൺലി റെഫേർഡ് ടു എസ് സാക്കറൈഡ്സ്. അപ്പോൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സിന് എന്താണ് പറയുന്നത്? സാക്കറൈഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൻലി ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ മെയിൻ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ടിനും സെല്ലുലർ കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് മോണോസാക്കറൈഡ്സ് ആണ്. മോണോസാക്കറൈഡ്സ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് മോണോസാക്കറൈഡ്സ്. ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ പോളിഹൈഡ്രോക്സിയാൽഡിഹൈഡ് ഓർ കീറ്റോൺ വിച്ച് കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് further to a smaller molecule containing these functional groups is known as a monosaccharide. About 20 monosaccharides occur in nature and glucose is the most common amongst them. അതായത് സിംപ്ലി നമുക്ക് മോണോസാക്കറൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് മോണോസാക്കറൈഡ്സ് വരുന്നത്. 20ഓളം മോണോസാക്കറൈഡ്സ് നാച്ചുറലി ഒക്കർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മോണോസാക്കറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. അത് C6H12O6 എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് മാത്രമല്ല കേട്ടോ, ഫ്രക്ടോസിന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ അതും അതിനൊരു എക്സാമ്പിളാണ്. പിന്നെ ആണെങ്കിൽ ഈ ഒരു മോണോസാക്കറൈഡ്സ് ഉണ്ടല്ലോ, അത് സിംഗിൾ ഷുഗർ യൂണിറ്റ് ആയിരിക്കും. ഒരു ജനറൽ പോളിഹൈഡ്രോക്സി സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽഡോസ് എന്ന് പറയും. ഇനിയിപ്പം കീറ്റോൺസിൻ്റെ സ്ട്രക്ചറാണ് വരുന്നതെങ്കിൽ കീറ്റോസ് എന്നായിരിക്കും കേട്ടോ പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈസാക്കറൈഡ്സ് ആണ്. ഡൈസാക്കറൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോണോസാക്കറൈഡ്സ് ലിങ്ക് ചെയ്തിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനാണ് ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് വരുന്നത് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ഇതൊക്കെയാണ് ഡൈസാക്കറൈഡ്സിന് ഉദാഹരണമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത് വരുന്നത് ഒളിഗോസാക്കറൈഡ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ദാറ്റ് yield 2 to 10 molecules ഓഫ് മോണോസാക്കറൈഡ്സ്. അപ്പം 2-10 മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഇത്രയും മോളിക്യൂൾസിനെയാണ് നമ്മളെന്താ മോണോസാക്കറൈഡ്സ്. ആൻഡ് ഈ ഒരു മോളിക്യൂൾസിനെ അല്ലെങ്കിൽ മോണോസാക്കറൈഡ്സിനെയാണ് നമ്മൾ ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നാലാമതായിട്ട് വരുന്നത് പോളിസാക്കറൈഡ്സ്. ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ്സ് വരുന്നതിനാണ് പോളിസാക്കറൈഡ്സ് വരുന്നത്. സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ എല്ലാം എന്താണ് ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ്സ് കൂടി ചേർന്നതായിരിക്കും പോളിസാക്കറൈഡ്സ്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ലീനിയറും സൈക്ലിക് ഫോംസിലും ഉണ്ടാവുന്നുണ്ട്. കൂടുതലും മോണോസാക്കറൈഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് ലീനിയർ ഫോമിലായിരിക്കും ഇൻ എ സൊല്യൂഷൻ. പക്ഷേ പ്രീഡോമിനൻ്റ്ലി ഫോം എ സൈക്ലിക് സ്ട്രക്ചർ.
ആ ഒരു സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടാവാൻ കാരണം ഇറ്റ്സ് ഡ്യൂ ടു ദി ഇൻ്റർമോളിക്കുലർ റിയാക്ഷൻസ് ആണ്. ഇവിടെ മോണോസാക്കറൈഡിൻ്റെ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡി ഗ്ലിസറാൽഡിഹൈഡ് ആൻഡ് എൽ ഗ്ലിസറാൽഡിഹൈഡ്. പിന്നെ ആണെങ്കിൽ ഈ ഒരു ഡൈസാക്കറൈഡ്സിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇതിൽ 2 മോണോസാക്കറൈഡ്സ്, ഒന്ന് ഇത് ഈ ഒരു മോണോസാക്കറൈഡ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഡൈസാക്കറൈഡ്സ് വന്നിരിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ഡൈസാക്കറൈഡ്സിൽ നിങ്ങൾ നോക്കേണ്ട ഈ ഒരു സ്ട്രക്ചറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു രണ്ടും ലിങ്ക് ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂളിനെ ലോസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇവിടെയുള്ള, ഇത് നിങ്ങൾ എടുത്ത് നോക്കുക. ഇവിടെ ഉള്ള ഈ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അത് വെച്ചിട്ട് ഇവിടെ OH ഇത് വാട്ടർ മോളിക്യൂൾ H2O. അപ്പോൾ ഈ ഒരു ഹൈഡ്രജനും പോവും, ഈ ഒരു ഹൈഡ്രജനും പോവും, പിന്നെ ഒരു ഓക്സിജനെ എടുത്തോളും, ബാക്കി ഒരു O ആയിരിക്കും റിമൈനിങ് ആയിട്ട് വരുന്നത്. H2O ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒറ്റൊരു O മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ഒരു ഹൈഡ്രജനുമായിട്ട് ഇതൊരു ലിങ്കേജ് വരും. ഈ ഒരു ലിങ്കേജിനെയാണ് നമ്മൾ ഗ്ലൈക്കോസൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് ജോയിൻസ് ദി മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ടുഗെദർ ഈസ് കോൾഡ് ഗ്ലൈക്കോസൈഡ് ലിങ്കേജ്. 2 ആൽഫ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? മാൾട്ടോസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, അതായത് 2 ആൽഫ ഗ്ലൂക്കോസ്, ഇതൊരു ആൽഫ ഗ്ലൂക്കോസ് ആണ്, ഇത് വേറൊരു ആൽഫ ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് മാൾട്ടോസ് കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു ലിങ്കേജിനെ ഗ്ലൈക്കോസൈഡ് ലിങ്കേജ് എന്ന് പറയുന്നു. ഇത് ഡൈസാക്കറൈഡിൻ്റെ സ്ട്രക്ചർ. സിമിലർ വേ ഈ ഒരു സൂക്രോസ്, കോമൺ ഷുഗർ ആയിട്ടുള്ള, അതും 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസും 1 മോളിക്യൂൾ ഓഫ് ഫ്രക്ടോസും കമ്പൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ലിങ്കേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ആൽഫ ഗ്ലൈക്കോസൈഡ് ലിങ്കേജ്. ഇൻ കേസ് ഓഫ് ലാക്ടോസിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഫോമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാക്ടോസ് ഈസ് ഫൗണ്ട് ഇൻ മിൽക്ക് ആൻഡ് ഈസ് ഫോംഡ് ബൈ ജോയിനിങ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് 1 മോളിക്യൂൾ ഓഫ് ഗാലക്ടോസ്. ഇനി ഇതിൻ്റെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആക്ട് ആസ് എ സ്റ്റോറേജ് മോളിക്യൂൾസ്. ഫോർ എക്സാമ്പിൾ, ദേ ആർ സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആസ് ഗ്ലൈക്കോജൻ ഇൻ ആനിമൽസ്. കാർബോഹൈഡ്രേറ്റ്സ് ഞാൻ മുൻപ് ഇത് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്താണ്? സ്റ്റോറേജ് മോളിക്യൂൾസ് ആണ്. അതായത് പ്ലാന്റ്സിലാണെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യുന്ന സ്റ്റാർച്ച് ആയിട്ടായിരിക്കും. ഇനി ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ ഇത് ഗ്ലൈക്കോജൻ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇനി deoxyribose and 2-deoxy-D-ribose are the constituent of RNA and DNA respectively. അപ്പോൾ RNA-യിലും DNA-യിലും ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് D-ribose ആൻഡ് 2-deoxy-D-ribose എന്ന് പറയുന്നത്. ഇനി സെൽ വാൾസ് ഓഫ് ബാക്ടീരിയ ആൻഡ് പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് cellulose. It may be of interest to note that human digestive system does not have the enzymes required for the digestion of cellulose, but some animals do have such enzymes. അപ്പോൾ ഈ ഒരു സെൽ വോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് സെൽ വോൾസ് ആണ് കാർബോഹൈഡ്രേറ്റ്സിലാണ്. പിന്നെ ആണെങ്കിൽ ചില ഇതിൽ പറയാത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്കെലറ്റൻ്റെ ആർത്തോപ്രോഡ്സിൻ്റെ അത് മെയ്ഡപ്പ് ഓഫ് ചിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതും ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സ് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ കോമ്പണൻ്റ് ആണത് വരുന്നത്. ഓക്കെ, ഇനി ചില കാർബോഹൈഡ്രേറ്റ്സ് മെനി പ്രോട്ടീൻസും ലിപ്പിഡ്സായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. പ്രോട്ടീൻസായിട്ട് ആണ് കാർബോഹൈഡ്രേറ്റ്സ് ബോണ്ടിൽ ചേരുന്നതാണെങ്കിൽ അതിനെ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയും. ലിപ്പിഡ്സ് ആയിട്ടാണെങ്കിൽ ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്ന് പറയുന്നുണ്ട്. ഇതിന് ഈ ഒരു മോളിക്യൂൾസിന് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ്, സ്പെസിഫിക് ഫങ്ഷൻസ് ഓർഗാനിസത്തിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രോട്ടീൻസ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു ബയോമോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻസ് ആർ ദ മോസ്റ്റ് അബൻഡൻറ്റ് മാക്രോ മോളിക്യൂൾസ് ഇൻ ലിവിങ് സെൽസ്
ദീസ് ആർ ഹൈ മോളിക്കുലർ മാസ് കോംപ്ലക്സ് അമിനോ ആസിഡ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മോളിക്യൂൾസ് ആണ്. അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് ഇത് എന്താണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇറ്റ്സ് എ പെർഫോം വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഈ ഒരു അമിനോ ആസിഡ്സ് അത് പെർഫോം ചെയ്യുന്നുണ്ട് ഇൻ ദ ബോഡി. ഈ ഒരു അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്തിരിക്കുന്ന പെപ്റ്റിഡ് ബോൺസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രോട്ടീൻസിൻ്റെ ഫസ്റ്റ് ക്ലാസ് വരുന്നത് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആണ്. ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്തോ കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാമെന്നാണ്. ഇവിടെ ഓക്സിജനെ, ഗ്ലൂക്കോസ് ആൻഡ് അതർ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആണ്. എക്സാമ്പിൾസായി വരുന്ന ഹീമോഗ്ലോബിൻ ഓക്സിജനെ വഹിച്ചിട്ടാണല്ലോ, രക്തത്തിൽ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ വഹിക്കുന്നത് അല്ലേ. പിന്നെ ആണെങ്കിൽ ലിപ്പോപ്രോട്ടീനും അതിന് എക്സാമ്പിളാണ് ട്രാൻസ്പോർട്ട് പ്രോട്ടീനും. ഇനി ന്യൂട്രിയൻ്റ് ആൻഡ് സ്റ്റോറേജ് പ്രോട്ടീൻസ് അതിൻ്റെ ഫംഗ്ഷനാണ് പറയുന്നത്. പ്രോട്ടീൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതെന്തിനാണ്? റിക്വയർഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് എംബ്രിയോ, നമ്മൾ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോർ പ്രോട്ടീൻസ് അതിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് വരുന്നത്. സ്റ്റോർ പ്രോട്ടീൻസിൻ്റെ ഉദാഹരണം വരുന്നത് ഗ്ലൈഡിൻ, അത് വീട്ടിലായിരിക്കും ഉണ്ടാകുന്നത്. ഓവലാബൂൺ എഗ്ഗിലായിരിക്കും വരുന്നത്. സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കിലാണ്. ഇനി തേർഡ് വരുന്നത് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണ്. ബയോളജിക്കൽ സ്ട്രക്ചർ കൊടുക്കുന്നതാണ്, അതിൻ്റെ സ്ട്രെങ്ത്, പ്രൊട്ടക്ഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ വരുന്ന കെരാറ്റിൻ, ഹെയറിലും നെയിൽസിലെല്ലാം കെരാറ്റിൻ ഉണ്ട്. പിന്നെ കൊളാജനും ഇതിൻ്റെ എക്സാമ്പിളാണ് സ്ട്രക്ചറൽ പ്രോട്ടീൻസിന്. ഇനി നാലാമത്തെ വരുന്നത് ഡിഫൻസ് പ്രോട്ടീൻസ് ആണ്. ഡിഫൻഡ് ഓർഗാനിസം എഗെയിൻസ്റ്റ് ഇൻവാൻഷൻ ബൈ അതർ സ്പീഷീസ്, അതായത് മറ്റുള്ള ഇവിടുന്ന് ഫോറിൻ സ്പീഷീസ് എന്നൊക്കെ ബയോളജിയിൽ പറയും. അപ്പോൾ അവിടുന്ന് അതിൻ്റെ കടന്നുകയറ്റം ഡിഫെൻഡ് ചെയ്യുന്ന, മറ്റൊരു സ്ഥലത്തു നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന പ്രോട്ടീൻസാണിത്. ആൻറ്റിബോഡീസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ബയോളജിയിൽ പറയുന്നുണ്ടാവും ആൻറ്റിബോഡീസിനെ കുറിച്ചിട്ട്. അപ്പോൾ ആൻറ്റിബോഡീസ്, സ്നേക്ക് വെനംസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്, പ്രോട്ടീൻസിൻ്റെ എക്സാമ്പിളാണ് വരുന്നത്. ഇനി എൻസൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ബയോകെമിക്കൽ റിയാക്ഷനിൽ. അതിന് എക്സാമ്പിൾ പെപ്സിന്, ട്രിപ്സിനൊക്കെയാണ്. ഇനി റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്റ് സെല്ലുലാർ ഓർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. സെല്ലിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെയും ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് റെഗുലേറ്ററി പ്രോട്ടീൻസ് ആണ്. ഇൻസുലിനാണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി ഈ ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടല്ലോ, പോളിമേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ് വിത്ത് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസാണ് നമ്മുടെ പ്രോട്ടീൻസിന് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്സ് അല്ലെങ്കിൽ മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിൻ്റെ അമിനോ ആസിഡ്. അപ്പോൾ ഈ എല്ലാ അമിനോ ആസിഡും കൂടിയിട്ടൊരു പ്രോട്ടീൻ ഗ്രൂപ്പ് ഉണ്ടാകുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് അമിനോ ഗ്രൂപ്പ്, അതായത് NH2 ഗ്രൂപ്പ് ഓൺ ദി കാർബൺ ആറ്റം അറ്റാച്ച് ടു ദി കാർബണൈൽ ഗ്രൂപ്പ്. ഈ ഒരു കാർബൺ ആറ്റം അമിനോ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. ഹെൻസ് അതുകൊണ്ടാണ് ഇവരെ ആൽഫ അമിനോ ആസിഡ്സ് എന്ന് കൂടെ പറയുന്നുണ്ട് കേട്ടോ. ദെൻ ജനറൽ ഫോർമുല ഓഫ് എ ആൽഫ അമിനോ ആസിഡാണ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോട്ടീൻസിൻ്റെ ഒരു ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസിൻ്റെ സ്ട്രക്ചറൽ കോമ്പണൻസ് ആണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പിന്നെ ആണെങ്കിൽ രണ്ടാമത് വരുന്നത് ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് നോൺ ആസ് എൻസൈംസ് ആർ പ്രോട്ടീൻസ്. നേരത്തെ ആ ഒരു എൻസൈംസിൽ കണ്ടിട്ടുണ്ടല്ലോ ഫങ്ഷൻസ്. എൻസൈമിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ്സ് എ കാറ്റലിസ്റ്റ് ഫോർ ദി ബയോകെമിക്കൽ റിയാക്ഷന്. അപ്പോൾ ഇതെന്താണ്? ഒരു പ്രോട്ടീനാണ്. ആൻഡ് ദി പ്രോട്ടീൻസ് നോൺ ആസ് ഇമ്മ്യൂണോഗ്ലോബിൻ സെർവ് ഇൻ ഡിഫൻസ് എഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ്. ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോട്ടീൻസിൻ്റെ ഒരു ധർമ്മമാണ്. അതിലുള്ള ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് കൂടെ ഇതിന് സെർവ് ചെയ്യുന്നുണ്ട് ഇത്. പിന്നെ കുറേ ഹോർമോൺസ് ഉണ്ട്. മെയിൻ ഹോർമോൺസ് സച്ച് ആസ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ ആർ പ്രോട്ടീൻസ്. അപ്പോൾ നോക്കേണ്ട ഇൻസുലിനും ഗ്ലൂക്കഗോണും ഒക്കെ എന്താണ്? പ്രോട്ടീൻസ് ആണല്ലേ വരുന്നത്. ഇനി പ്രോട്ടീൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ മെക്കാനിസം ഓഫ് ദി ബോഡി ടിഷ്യൂ. അപ്പം സെല്ലുലാർ കണക്ഷനൊക്കെ സഹായിക്കുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ അതിൻ്റെ ഗ്രോത്തിനും റിപ്പയറിങ് മെക്കാനിസത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഒരു പ്രോട്ടീൻസ് തന്നെയാണ്. ഇനി പ്രോട്ടീൻ കോൾഡ് ഫൈബ്രിനോജൻ ഹെൽപ്സ് ടു സ്റ്റോപ്പ് ബ്ലീഡിങ്. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും മുറിവ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അത്
ആ മുറിവ് ബ്ലീഡിങ് നിൽക്കൂല്ലേ, അതിന് കാരണം നമ്മളെ സഹായിക്കുന്ന ഫൈബ്രിനോജിൻ എന്നൊരു പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അതെന്താണ്? ഒരു പ്രോട്ടീനാണ്. അതാണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഫ്രം ബ്ലഡ് ബൈ ഹീമോഗ്ലോബിൻ വിച്ച് ഈസ് എ പ്രോട്ടീൻ അറ്റാച്ച്ഡ് ടു ഹീം പാർട്ട്. അതായത് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചു ഇമ്മ്യൂണോഗ്ലോബിൻ, അതിലെന്താണ് ഒരു ഗ്ലോബിൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഗ്ലോബിനാണ് അതിൻ്റെ എന്താണ് പ്രോട്ടീൻ പാർട്ട് എന്ന് വരുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിനിലും ഗ്ലോബിൻ പാർട്ടായിരിക്കും അതിൻ്റെ പ്രോട്ടീൻ വരുന്നത്. അത് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഹീമിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിഷ്യൂ അവിടെ അതിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് വരുന്നത്. അതാണ്. ഇനി ലിപ്പിഡ്സ് പിന്നെ ആണെങ്കിലുണ്ടല്ലോ പ്രോട്ടീൻസിൻ്റെ ഒരു ഇതിൽ പറയാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻസിനെ തമ്മിൽ നമ്മളിപ്പം 2 അമിനോ ആസിഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 അമിനോ ആസിഡ്സിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡൈപെപ്റ്റൈഡ് കിട്ടുന്നുണ്ട് കേട്ടോ. ഡൈപെപ്റ്റൈഡ് അല്ലെങ്കിൽ ട്രൈപെപ്റ്റൈഡ് എന്ന് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുക. ആ ഒരു അമിനോ ആസിഡ്സിൻ്റെ വലിയ ഗ്രൂപ്പ് ആയിക്കഴിഞ്ഞാൽ അതിനെ പോളിപെപ്റ്റൈഡ് എന്നൊക്കെ നമ്മൾ ഒരു സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ അതിന് കൊടുക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലിപ്പിഡ്സിനെ കുറിച്ചിട്ടാണ്. ലിപ്പിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ in general those constituents of the cell which are insoluble in water and soluble in organic solvent of low polarity are termed as lipids. അപ്പോൾ ലിപ്പിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ബയോമോളിക്യൂൾസ്, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലാർജ് നമ്പർ ഓഫ് ബയോമോളിക്യൂൾസ് ആണ് ലിപ്പിഡ്സ് വരുന്നത്. ഇവ എന്താണ്? വാട്ടറിൽ ഇൻസോലുബിൾ ആണ് ആൻഡ് ചില ഓർഗാനിക് സോൾവൻസിൽ സോലുബിളും ആണ്. ഇനി ലിപ്പിഡ്സിലേക്ക് കിടക്കാം. അതിനും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഇനി സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് ലിപ്പിഡ്സ് വിച്ച് ആർ എസ്റ്റേഴ്സ് ആൻഡ് yield ഫാറ്റി ആസിഡ്സ് ആൻഡ് ആൽക്കഹോൾ അപ്പോൺ ഹൈഡ്രോളിസിസ് ആർ കോൾഡ് സിമ്പിൾ ലിപ്പിഡ്സ്. എന്താണ്? ഹൈഡ്രോളിസിസിലൂടെ ഫാറ്റി ആസിഡ്സും ആൽക്കഹോൾസും ഒക്കെ ആവുന്നതന്നെ ലിപ്പിഡ്സിനെയാണ് എന്താ പറയുന്നത്, നമ്മൾ സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ദേ ഇൻക്ലൂഡ് ഓയിൽസ്, ഫാറ്റ്സ് ആൻഡ് വാക്സസ്. അപ്പോൾ ഈ ഒരു ഓയിലും ഫാറ്റ്സും വാക്സസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ ലിപ്പിഡ്സിലാണ്. ഇനി സെക്കൻഡ് തിങ് വരുന്നത് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആണ്. കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സിൻ്റെ എസ്റ്റേഴ്സ് ആണ് ആൻഡ് ആൽക്കഹോൾ വിത്ത് അഡീഷണൽ കോമ്പൗണ്ട്സ് ലൈക്ക് ഫോസ്ഫോറിക് ആസിഡ്, ഷുഗേഴ്സ്, പ്രോട്ടീൻസ്. അപ്പോൾ കോമ്പൗണ്ട് ലിപ്പിഡ്സിലാണെങ്കിൽ എന്താണ്, അഡീഷണൽ കോമ്പൗണ്ട്സും കൂടെ ആ ഒരു സിമ്പിൾ ലിപ്പിഡ്സിന് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു അഡീഷണൽ കോമ്പൗണ്ട്സ് ആണ് ഫോസ്ഫോറിക് ആസിഡും ഷുഗേഴ്സും പ്രോട്ടീൻസും വരുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ലിപ്പിഡ്സിൽ വരുന്നത് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ്. കോമ്പൗണ്ട്സ് വിച്ച് ആർ ഫോംഡ് ഫ്രം ഓയിൽസ്, ഫാറ്റ്സ് എക്സെട്ര. അതായത് എന്താണ്, ഓയിൽസ് നിന്നും ഫാറ്റ്സ് നിന്നും ഫോം ചെയ്ത് വരുന്ന കോമ്പൗണ്ട്സിനെയാണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഒന്നിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതല്ലേ, അപ്പോൾ അതിനെയാണ് അതുകൊണ്ട് ആ ഒരു നെയിമിങ് ചെയ്യാൻ കാരണം. ഡ്യൂറിങ് മെറ്റബോളിസം they include steroids and some fat soluble vitamins. ഇനി ലിപ്പിഡ്സിൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫാറ്റ്സ് ആർ മെയിൻ ഫുഡ് സ്റ്റോറേജ് കോമ്പൗണ്ട്സ് ആൻഡ് സെർവേഴ്സ് റിസർവോയർ ഓഫ് എനർജി. ഫാറ്റ്സ് ആണ് കൂടുതലും ഫുഡ് സ്റ്റോറേജ് കോമ്പൗണ്ട്സ് ആയിട്ട് വരുന്നത്. ഇത് എന്താ എനർജി റിസർവോയർ എന്നൊക്കെ നമുക്കതിനെ വേണമെങ്കിൽ പറയാം. പിന്നെ presence of oils or fats is essential for the efficient absorption of fat soluble vitamins. അപ്പോൾ ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസിൻ്റെ എക്സാമ്പിളാണ് ADEK. വാട്ടർ സോലുബിളും ഉണ്ട് നമുക്ക് വൈറ്റമിൻസ്, ഫാറ്റ് സോലുബിളും ഉണ്ട്. അതിൽ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ആ ഒരു പ്രസൻസ്, ഫാറ്റിൻ്റെ ഓയിലിൻ്റെ പ്രസൻസ് എസെൻഷ്യലാണ് നമ്മുടെ ബോഡിയിൽ. പിന്നെ സബ്ക്യൂട്ടിനസ് ഫാറ്റ് സെർവ്സ് ആസ് ബയോളജിക്കൽ ഇൻസുലേറ്റർ അഗെയിൻസ്റ്റ് എക്സസീവ് ഹീറ്റ് ലോസ്. ചില ഫാറ്റ്സ് ഉണ്ടല്ലോ അതിൻ്റെ ബയോളജിക്കൽ ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് എക്സസീവായിട്ടുള്ള ഹീറ്റ് ലോസ് തടയാൻ എന്താണ്, അത് റെസിസ്റ്റ് ചെയ്യും ആ ഫാറ്റ്സൊക്കെ. ഇനി ഫോസ്ഫോലിപ്പിഡ്സ് ആർ ദി എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് സെൽ മെംബ്രെയിൻ. ഇപ്പോൾ സെൽ മെംബ്രെയിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കോമ്പണൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. സ്റ്റീറോയിഡ്സ് കൺട്രോൾ മെനി ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ലിവിങ് ഓർഗാനിസം.
അതായത് ലിവിങ് ഓർഗാനിസത്തിലെ പലതരത്തിലുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റീസ്, ഇപ്പം മെറ്റബോളിസ് ആണെങ്കിലും ബാക്കിയുള്ള അങ്ങനത്തെ ബയോളജിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഈ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീറോയിഡ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സം എൻസൈംസ് റിക്വയർ ലിപ്പിഡ് മോളിക്യൂൾസ് ഫോർ മാക്സിമം ആക്ഷന്. ചില എൻസൈംസ് ലിപ്പിഡ് മോളിക്യൂൾസ് ആവശ്യമാണ് എന്തിനാ, അതിൻ്റെ മാക്സിമം ആക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിപ്പിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോമോളിക്യൂൾസ് ആണ്, ലാർജ് നമ്പർ ഓഫ് ബയോമോളിക്യൂൾസ്. ഇവിടെ സ്റ്റീറോയിഡ്സ് പറയുന്നുണ്ട്, പിന്നെ ഫാറ്റ്സ്, ഓയിൽസ്, അതിൽ ലിപ്പിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് വരുന്നത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾസ് ഒക്കർ ചെയ്തിട്ട് അവർ ആ ഒരു എന്താണ് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് നടത്തുന്നുണ്ട്. ഇനി വരുന്നത് ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡ്സ് 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആണ് വരുന്നത്. ഒന്ന് DNA, പിന്നെ വരുന്ന RNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അവർ എന്താണ് അവരുടെ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷനിലും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ന്യൂക്ലിക് ആസിഡ്സ് ആർ ലീനിയർ പോളിമറിക് മോളിക്യൂൾസ് ആണ്. പിന്നെയാണ് ദേ ആർ ചെയിൻ ലൈക്ക് പോളിമേഴ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ് യൂണിറ്റ്സ്. ഇതെന്താണ് ഒരു ചെയിൻ ലൈക്ക് പോളിമേഴ്സ് ആണ്. അതാണെങ്കിൽ കൂടുതൽ ഒരു തൗസൻഡ്സ് ഓഫ് ന്യൂക്ലിയോസൈഡ്സ് ടൈഡ് യൂണിറ്റ്സ് ആണ് ഇത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആ ഒരു ചെയിൻ ലൈക്ക് പോളിമേഴ്സിൽ. ഹെൻസ് ദേ ആർ ഓൾസോ കോൾഡ് പോളിയോ ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ എന്താണ് ഈ ഒരു ന്യൂക്ലിക് ആസിഡ്സിനെ പോളിയോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നുണ്ട്. കാരണം അത് തൗസൻഡ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ് യൂണിറ്റിനെ എന്താണ് ചെയിൻ ലൈക്ക് രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് 3 സബ് യൂണിറ്റ്സ്. ഇപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് 3 സബ് യൂണിറ്റ്സ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വരുന്നത് നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട് കോൾഡ് ബേസ്. ഇപ്പോൾ ഒരു ബേസ് യൂണിറ്റ് ഉണ്ടാവും, പിന്നെ ആണെങ്കിൽ ഒരു പെൻഡോസ് ഷുഗർ ഉണ്ട്, അതിൻ്റെ മോളിക്യൂൾ ഓഫ് ഫോസ്ഫോറിക് ആസിഡ്. അപ്പം ഈ ഒരു ന്യൂക്ലിക് ആസിഡ് എന്തായാലും നിങ്ങൾ ബയോളജിയിലെ കേസിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അതിനൊരു ബേസ് ഉണ്ടായിരിക്കും, പിന്നെ ആണെങ്കിൽ ഒരു ഷുഗർ യൂണിറ്റ് ഉണ്ടാവും, എന്താ വെച്ചാൽ ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാവും. ഇനി അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഫോമുലയാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം DNA ടെസ്റ്റിനൊക്കെ കൊടുക്കുക അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതിൻ്റെയും വ്യത്യാസത്തിന് കെമിക്കൽ ഫങ്ഷൻ അനുസരിച്ചായിട്ടാണ് നമുക്ക് അതെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിന് ന്യൂക്ലിയോടൈഡ്സിന് ന്യൂക്ലിക് ആസിഡ്സിന് ഉദാഹരണങ്ങളാണ് DNA, RNA വരുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബേസ് ഉണ്ടാവും, ഒരു ഷുഗർ യൂണിറ്റ്, പിന്നെ ഫോസ്ഫോറിക് ആസിഡും ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എൻസൈംസിനെ കുറിച്ചിട്ടാണ്. Enzymes are very selective and specific for a particular reaction. They are named after the compound or class of compounds upon which they work or after the reaction that they catalyze. The ending of an enzyme name is ase. For example, maltase is an enzyme that specifically catalyzes the hydrolysis of maltose into glucose. അപ്പോൾ എൻസൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് റിയാക്ഷനിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെരി സെലക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസിനാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഒരു എൻസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈമിലുള്ള അടങ്ങിയിട്ടുള്ള ആ ഒരു നെയിമിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ASE എന്നായിരിക്കും പറയുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുക്കുന്ന മാൾട്ടേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻസൈമാണ്. അതെന്താണ് കാറ്റലൈസ് ചെയ്യുന്നത്? അത് മാൾട്ടോസും ഗ്ലൂക്കോസും ആയിട്ട് മാറ്റുന്നുണ്ട് ത്രൂ ഹൈഡ്രോളിസിസ്. എൻസൈമിൻ്റെ മെക്കാനിസം നോക്കുന്നതാണെങ്കിൽ കെമിക്കൽ കാറ്റലിസ്റ്റ് പോലെ തന്നെ സ്മോൾ ക്വാണ്ടിറ്റീസിൽ മാത്രം നമുക്ക് ഈ ഒരു എൻസൈംസ് മതി. സിമിലർ ടു ദി ആക്ഷൻ ഓഫ് കെമിക്കൽ catalyst, enzymes lower the energy barrier that reactants must pass over to from the products. അപ്പോൾ എന്താണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന കാറ്റലിസ്റ്റിനെ പോലെയാണ് എൻസൈമിൻ്റെ ആക്ഷനും നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. എൻസൈംസ് ആ ഒരു എനർജി ബാരിയർ ലോവർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാക്റ്റൻസിന് അത് പാസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് സൈഡിലേക്ക് അത് കംപ്ലീറ്റ്ലി പ്രോഡക്റ്റ് ആവാൻ എന്താണ് എൻസൈംസ് മസ്റ്റായിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി എൻസൈംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
enzymes speed up biochemical reactions up to 10 million times compared to the uncatalyzed reaction. ഇപ്പോൾ ഒരു അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ, അതായത് എൻസൈംസ് ഇല്ലാത്ത റിയാക്ഷനേക്കാളും കൂടുതലായിട്ട് എൻസൈംസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബയോകെമിക്കൽ റിയാക്ഷനിൽ അത് 10 മില്യൺ ടൈംസ് എന്താണ് അത് സ്പീഡപ്പ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ റാപ്പിഡ്ലി അറ്റൈൻ ഇക്വിലിബ്രിയം. അപ്പോൾ എൻസൈം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആ ഒരു റിയാക്ഷനിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ഈ ഒരു എൻസൈംസിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈല്യൂട്ട് അക്വസ് സൊല്യൂഷൻസ് അറ്റ് മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് അറ്റ് എ സ്പെസിഫിക് pH. ഡൈല്യൂട്ട് ആയിട്ടുള്ള അക്വസ് സൊല്യൂഷൻ അതിൻ്റെ മോഡറേറ്റ് ടെമ്പറേച്ചറിലും സ്പെസിഫിക് pH-ലാണ് കൂടുതലായിട്ട് എൻസൈംസ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ആൻഡ് ദേ ആർ വെരി സ്പെസിഫിക് ആൻഡ് സെലക്റ്റീവ് ഇൻ ദെയർ ആക്ഷൻ ഓൺ സബ്സ്ട്രേറ്റ്സ്. ഇപ്പോൾ കൂടുതലായിട്ട് എൻസൈംസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ബയോകെമിക്കൽ റിയേഷനും മോറായിട്ടില്ല, പക്ഷെ അത് സെലക്റ്റീവായിട്ടാണ് അതിൻ്റെ ആക്ഷൻസ് ഫോളോ ചെയ്തു പോകുന്നത്. എൻസൈംസ് ആർ ഹൈലി എഫിഷ്യൻറ്റ് ആൻഡ് ആർ നീഡഡ് ഇൻ സ്മോൾ എമൗണ്ട്സ് ഓൺലി. എൻസൈംസ് എന്തായാലും നമുക്ക് എഫിഷ്യൻ്റ് ആണ്, പക്ഷെ അത് വലിയ തോതിൽ വേണ്ട. നമ്മളിപ്പോൾ കാറ്റലിസ്റ്റൊക്കെ കെമിക്കൽ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന സെയിം തിങ്, ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ എൻസൈംസും ബയോകെമിക്കൽ റിയാക്ഷനിലും ഇൻവോൾവ്മെൻറ്റ് നടത്തുന്നത്. ചെറിയൊരു എമൗണ്ടിൽ മതി, പക്ഷെ അത് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫർദർ ആ ഒരു റിയാക്ഷന് അത് നല്ല രീതിയിലുള്ള മാറ്റം വരുത്തുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദി പ്രോട്ടീൻ സ്ട്രക്ചർ, മോസ്റ്റ് ആക്റ്റീവ് എൻസൈംസ് ആർ അസോസിയേറ്റഡ് വിത്ത് സം നോൺ പ്രോട്ടീൻ കോമ്പണൻറ്റ് റിക്കോർഡ് ഫോർ ദെയർ ആക്ടിവിറ്റി കോൾഡ് കോ എൻസൈംസ്. ചില എൻസൈംസ് ഉണ്ടല്ലോ നോൺ പ്രോട്ടീൻ കോമ്പണൻ്റായിട്ട് അസോസിയേറ്റ് ഉണ്ട്. എന്താണ് അതിൻ്റെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇതിനെയാണ് കോ എൻസൈംസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് നിക്കോട്ടിനമൈഡ് അഡെനിൻ ഡൈന്യൂക്ലിയോടൈഡ്, NAD എന്ന് പറയും. ഇതൊരു കോ എൻസൈമാണ്. ഡീഹൈഡ്രോജനേഷൻ എൻസൈമുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വരുന്നത് വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ്. വൈറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അതിൻ്റെ ഫംഗ്ഷനും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. നേരത്തെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണുള്ളത്. ഇവിടെ ഫാറ്റ് സോലുബിളും ഉണ്ട്, വാട്ടർ സോലുബിൾ വൈറ്റമിൻസും ഉണ്ട്. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് അസ്കോബിക് ആസിഡ്, വൈറ്റമിൻ C ആണ്. അതിൻ്റെ ഡെഫിഷ്യൻസി ഈ മൂലം ഉണ്ടാകുന്ന സിംറ്റമാണ് ബ്ലീഡിങ്, ഗംസ്, ബ്രൂയിസിങ് എന്നൊക്കെ. പിന്നെ സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തയാമിൻ ആണ്. വൈറ്റമിൻ B1 ആണ് തയാമിൻ വരുന്നത്. അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാവുന്ന സിംറ്റംസ് ഫാറ്റിഗ്, ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഡിപ്രഷനൊക്കെ വൈറ്റമിൻ B1ൻ്റെ അഭാവം മൂലം ഉണ്ടാവുന്നതാണ്. ആൻഡ് ദ തേർഡ് വൺ റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B2, ഇറ്റ്സ് എ ക്രാക്ക്ഡ് ലിപ്സ്, ഇങ്ങനെ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടുമല്ലോ. ഇത് വൈറ്റമിൻ B2ൻ്റെ. അല്ലാതെ തന്നെ നമുക്കിപ്പം ഈ ഒരു ശൈത്യകാലത്തൊക്കെ കൂടുതലായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യാറുണ്ട് ലിപ്സ്. പക്ഷേ വൈറ്റമിൻ B2 അല്ലോ. അല്ലാതെ തന്നെ പൊട്ടുന്ന ടൈം വൈറ്റമിൻ B2ൻ്റെ അഭാവം മൂലമാണ്. കൂടാതെ സ്കാലി സ്കിന്ന്, അതായത് വരണ്ട ചർമ്മം ഉണ്ടാവില്ലേ, ആ ഒരു ചർമ്മം വരുന്നത് റൈബോഫ്ലാവിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പിറിഡോക്സിൻ ആണ്, വൈറ്റമിൻ B6. അനീമിയ, ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ നിയാസിൻ ആണ്. ഡെർമറ്റിറ്റിസ് ഒക്കെ ഉണ്ടാവുന്നത് നിയാസിൻ. പിന്നെ വരുന്നത് ഫോളിക് ആസിഡ് ആണ്, വൈറ്റമിൻ M. മെഗാ ലോബസ്റ്റിക് അനീമിയ ആൻഡ് പിന്നെ വരുന്നത് വൈറ്റമിൻ B12 ആണ്. മെഗാലോബസ്റ്റിക് അനീമിയ, ന്യൂറോ ഡീജനറേഷൻ ഒക്കെ ഇതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് ആണ്. ആൻഡ് പാന്തോത്തനിക് ആസിഡ്, ഇറ്റ്സ് എ വെയിറ്റ് ലോസ് പാന്തോത്തനിക് ആസിഡ് വഴിയാണ്. ആൻഡ് റേറ്റബിലിറ്റി വരുന്നതും ഇതിൻ്റെ അഭാവം മൂലമാണ്. ഇനി വരുന്നത് ബയോട്ടിൻ ആണ്, വൈറ്റമിൻ H വരുന്നത്. ഡെർമറ്റിറ്റിസും അനോറെക്സിയയും ഡിപ്രഷനും. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും ഞാൻ അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല, അതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ്. ചിലതൊക്കെ നമുക്ക് അൺഅവെയറാണ് എന്താണെന്ന്, പക്ഷെ എന്നാലും അതിൻ്റെ സിംറ്റംസ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി ഫാറ്റ് സോലുബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരുന്നുണ്ട്. ADEK ആണ്. വൈറ്റമിൻ A എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രിയിൽ അന്ധത ഉണ്ടാവില്ല, നിശാന്തത എന്നൊക്കെ മലയാളത്തിൽ പറയും.
പിന്നെ ഡ്രൈ സ്കിന്ന് വരുന്നത് ഈ ഒരു വൈറ്റമിൻ ഡിൻ്റെ കുറവ് കൊണ്ടാണ്, ഡെഫിഷ്യൻസി കൊണ്ട്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കറ്റ്സ്, ഈസ്റ്റോ മലേഷ്യ റിക്കറ്റ്സ് വിറ്റമിൻ ഡിൻ്റെതാണ്. ഇങ്ങനെ ഒരു ചെറിയ വലിയ ഉടലൊക്കെ ആയിട്ടുള്ള ഒരു റിക്കറ്റ്സ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു പിക്ചർ ഓർത്ത് വെക്കുക, റിക്കറ്റ്സിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ വൈറ്റമിൻ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോളിസിസ് ഓഫ് RBCs. വൈറ്റമിൻ കെ വരുന്നത് ഹിമോറേജ്, ഡിലേയ്ഡ് ബ്ലഡ് ക്ലോട്ടിങ്. വൈറ്റമിൻ കെൻ്റെ ഇതുമൂലം എന്താണ്, നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ് അത് കൂടുതലായിട്ട് ഡിലേ ചെയ്യും. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, മുറിവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരത്തിന് ശേഷമായിരിക്കും അവിടെ ആ ഒരു ഫൈബ്രിനോജൻ പെട്ടെന്ന് ക്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോട്ടീൻ അവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലം അത് ക്ലോട്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, പ്രോട്ടീൻസിനെ കുറിച്ച് പറഞ്ഞു, കൂടാതെ എൻസൈംസ്, പിന്നെ ലാസ്റ്റ് വൈറ്റമിൻസ് വരുന്ന ലിപ്പിഡ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. എന്തെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ 2 മാർക്സിനൊക്കെ ചോദിക്കാം. പിന്നെ നിങ്ങളിപ്പം ബയോളജി ചാപ്റ്റേഴ്സിൽ ഇതിലൊക്കെ പഠിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് അതും റിലേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.